ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വം. കർത്താവിൽ പ്രിയരെ, ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനും ചിന്തയ്ക്കുമായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ തിരുവചനമാണ്. വിശുദ്ധ യോഹന്നാൻ 14:10. യേശു തമ്പുരാൻ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻ്റാണത്. തന്നെക്കുറിച്ച് തന്നെ ക്രിസ്തു നൽകുന്ന ഒരു സാക്ഷ്യമാണ് ഈ വചനം. തൻ്റെ ഈ ലോകത്തിലെ പ്രവർത്തന ശൈലി എപ്രകാരമായിരുന്നു എന്ന് ജനത്തെ പഠിപ്പിക്കുന്ന സുപ്രധാനമായൊരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ശ്രദ്ധിക്കാം. യോഹന്നാൻ 14:10. ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ ഒന്നുകൂടെ പറയാൻ പോകുന്നു. ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. യേശു തൻ്റെ പരസ്യശുശ്രൂഷ കാലത്ത് പ്രവർത്തിക്കുമ്പോൾ തൻ്റെ പ്രവർത്തനം സമ്പൂർണമായിട്ടും പിതാവിൽ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു എന്നതാണ് ക്രിസ്തു ഇവിടെ വെളിപ്പെടുത്തുന്നത്. പിതാവിൽ കേന്ദ്രീകരിച്ച് എന്ന വാക്ക് ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് പിതാവാണ് തന്നിലൂടെ സകല കാര്യവും ചെയ്തിട്ടുള്ളത്. യേശു പറയുന്ന ആ വാക്കിലെ ആദ്യത്തെ ഒരു വചനം വളരെ ശ്രദ്ധേയമാണ്. ഞാൻ സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്. സ്വയമായിട്ടല്ല യേശു സംസാരിക്കുന്നത്. നമുക്കറിയാം, യേശു ക്രിസ്തുവിന് സ്വന്തമായ ഒരു വ്യക്തിത്വമുണ്ട്, ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. വിശുദ്ധ തൃത്വം, പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ എന്ന പരിശുദ്ധ തൃത്വത്തിലെ രണ്ടാമനായ ക്രിസ്തുവിന് വ്യക്തമായ ഒരു ഐഡൻറ്റിറ്റി, ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ആളത്വം തന്നെയുണ്ട്. പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ മൂന്നും ഒന്നായിരിക്കുമ്പോൾ തന്നെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും കൃത്യമായ ഓരോ ആളത്വങ്ങൾ ഉണ്ട് എന്ന് പരിശുദ്ധ സഭ പഠിപ്പിക്കുന്നുണ്ട്. അതിൻ പ്രകാരം ക്രിസ്തുവിന് സ്വന്തമായ ഒരാളത്വമുണ്ട്. എന്നാൽ യേശുക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് താൻ പ്രവർത്തിക്കുമ്പോൾ ഒരിക്കലും താൻ തൻ്റെ ആളത്വത്തെ ഉപയോഗിച്ചുകൊണ്ടല്ല പ്രവർത്തിച്ചത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. തൻ്റെ ആളത്വത്തെ, തൻ്റെ വ്യക്തിത്വത്തെ താൻ സമ്പൂർണമായിട്ടും മാറ്റിവെച്ചു. തൻ്റെ ആളത്വത്തിൻ്റെ, വ്യക്തിത്വത്തിൻ്റെ അഭിപ്രായങ്ങളെ താൻ സമ്പൂർണമായിട്ടും മാറ്റിവെച്ചു. എന്നിട്ട് എന്താണ് താൻ ചെയ്തത്? തൻ്റെ പിതാവിൻ്റെ അഭിപ്രായം എന്താണോ അത് പിതാവ് തന്നിലൂടെ ചെയ്യുകയായിരുന്നു എന്നാണ് ഇവിടെ ക്രിസ്തു പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വാക്യം കൂടിയുണ്ട്. പിതാവിൻ്റെ അഭിപ്രായം എന്താണോ അത് ഞാൻ പ്രവർത്തിച്ചു എന്നുമല്ല ക്രിസ്തു ഇവിടെ പറയുന്നത്. പിതാവ് എന്നിലൂടെ എല്ലാം ചെയ്യുകയായിരുന്നു എന്നാണ് ക്രിസ്തു പറയുന്നത്. പിതാവിൻ്റെ അഭിപ്രായം താൻ പ്രവർത്തിക്കുകയല്ല ചെയ്തത്, പിതാവ് തന്നിലൂടെ പ്രവർത്തിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഇത് രണ്ടും തമ്മിൽ ചില വ്യത്യാസമുണ്ട്. ഞാൻ ഈ വചന ശുശ്രൂഷ അതിൻ്റെ ഓരോ ഘട്ടം മുന്നോട്ട് നീങ്ങുമ്പോൾ അത് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ശ്രദ്ധിക്കണം. ഒന്നാമത്തെ പോയിന്റ് എനിക്ക് പറയാനുള്ളത്, തൻ്റെ സ്വയത്തെ, തൻ്റെ വ്യക്തിത്വത്തെ ക്രിസ്തു മാറ്റിവെച്ചു. എന്നിട്ട് പിതാവിനെ അനുസരിച്ചു, പിതാവിൻ്റെ പ്രവൃത്തി ചെയ്തു. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റാണിത്. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച്, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വിശുദ്ധ മാമോദീസ എന്ന കുദാശ സ്വീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് പോലും സ്വയം എന്ന് പറയുന്ന ഒരു ഘടകം ഉണ്ടാകാൻ പാടില്ല. ആ വ്യക്തിയുടെ, മാമോദീസ സ്വീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയുടെ സ്വയം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും മരിച്ചു എന്ന് വേണം കരുതാൻ. നമുക്കറിയാം, റോമാലേഖനം 6-ാം അധ്യായത്തിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് അവിടെ മാമോദീസയെക്കുറിച്ച് പറയുമ്പോൾ മാമോദീസ മൂലമായ മരണത്താൽ ക്രിസ്തുവിനോടുകൂടെ നാം സംസ്കരിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്നിലെ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോടുകൂടെ മരിക്കപ്പെടുന്ന, അടക്കപ്പെടുന്ന, കൊല്ലപ്പെടുന്ന ഒരനുഭവമാണ്. അപ്പോൾ മാമോദീസ സ്വീകരിച്ച ഒരു വ്യക്തിയുടെ
സ്വയം, അതായത് ഞാൻ എന്ന് പറയുന്ന മനുഷ്യൻ മരിച്ചു. യേശുക്രിസ്തുവിനോടുകൂടെ എന്നിലെ ഞാൻ മരണപ്പെട്ടു. ഇനി ഞാനല്ല, പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ, ഇനി ഞാനല്ല, എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു എന്ന് പറയുന്ന ആ അനുഭവത്തിലേക്കുള്ള ഒരു പരിണാമമാണ് വാസ്തവത്തിൽ ഇവിടെ കാണുന്നത് എന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾ മാമോദീസ സ്വീകരിച്ചിട്ടുള്ള വ്യക്തിയാണ് എങ്കിൽ, എന്നെ കേൾക്കുന്ന സഹോദര, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായ അഭിപ്രായത്തിന്, സ്വന്തമായ ചിന്തകൾക്ക്, സ്വന്തമായ തീരുമാനങ്ങൾക്ക് നിങ്ങളിൽ പ്രസക്തിയില്ല. സ്വന്തമായൊരു തീരുമാനമെടുക്കാനുള്ള അധികാരം നിങ്ങൾക്കില്ല. കാരണം നിങ്ങൾ സ്വയം എന്ന് പറയുന്ന ആ അവസ്ഥയെ കൊന്ന് കുഴിച്ചിട്ട ആളാണ് മാമോദീസ സ്വീകരിച്ച വ്യക്തി എന്നുള്ള നിലയിൽ. പക്ഷെ ഇന്ന് അങ്ങനെയാണോ എന്നെ ശ്രമിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ നടക്കുന്നത്? യേശുക്രിസ്തു പോലും താൻ ദൈവപുത്രനായിരുന്നിട്ട് പോലും താനൊരു തീരുമാനം പറഞ്ഞാൽ ഒരുപക്ഷെ പിതാവ് അതിനെ അംഗീകരിക്കാൻ സാധ്യതയുണ്ടായിരുന്നിട്ട് പോലും, കാരണം താനും പിതാവും തമ്മിൽ ഒന്നായിട്ടിരിക്കുമ്പോൾ തൻ്റെ ഒരു അഭിപ്രായത്തെ ഒരുപക്ഷെ പിതാവ് മാനിച്ചേക്കാം ചില സന്ദർഭങ്ങളിൽ. പക്ഷെ അങ്ങനെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം പിതാവിൻ്റെ അടുത്ത് തനിക്ക് ഉണ്ടായിരുന്നിട്ട് പോലും ക്രിസ്തു തന്നിലെ താൻ എന്ന് പറയുന്ന, ഞാൻ എന്ന് പറയുന്ന ഘടകത്തെ സമ്പൂർണമായി മാറ്റിവെച്ചുകൊണ്ട് കൊന്നു കളഞ്ഞിട്ടാണ് ക്രിസ്തു തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചത്, തൻ്റെ ശുശ്രൂഷയിലുടനീളം താൻ പ്രവർത്തിച്ചത്. യേശുക്രിസ്തു പോലും അങ്ങനെ ആയിരുന്നെങ്കിൽ, എന്നെ ശ്രമിക്കുന്ന സഹോദര, നിങ്ങളുടെ സ്വയത്തിന്, നിങ്ങളുടെ സ്വന്തമായ അഭിപ്രായത്തിന്, നിങ്ങളുടെ ഞാൻ എന്ന കാഴ്ചപ്പാടിന്, ചിന്താഗതിക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാനിത് പറയുന്നത് എന്തിനെന്നാൽ, ഈ കാലഘട്ടത്തിൽ എല്ലാവരും അവകാശവാദങ്ങൾക്ക് വേണ്ടി ഒരുപാട് പോരാടുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് ക്രിസ്തീയ സമൂഹം ഇന്ന് അവകാശങ്ങൾക്ക് വേണ്ടി വല്ലാതെ പോരാടുന്നുണ്ട്. ഇത് എൻ്റെ റൈറ്റാണ്, ഇത് ഞാൻ പ്രവർത്തിക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഇത് എൻ്റെ മേഖലയാണ്, എൻ്റെ പള്ളിയാണ്, എൻ്റെ ഇടവകയാണ്, എൻ്റെ കൂട്ടായ്മയാണ്. ഇത് പ്രാർത്ഥനാബന്ധത്തിൽ മാത്രമല്ല, കുടുംബജീവിതത്തിലേക്ക് വരുമ്പോൾ അവൾ എൻ്റെ ഭാര്യയാണ്, അദ്ദേഹം എൻ്റെ ഭർത്താവാണ്, അവൻ എൻ്റെ മകനാണ്, അവൻ എൻ്റെ മകളാണ്, അവൻ എൻ്റെ സഹോദരനാണ്, അവൻ എൻ്റെ അനുജനാണ്, ഇയാൾ എൻ്റെ അപ്പനാണ്, ഇദ്ദേഹത്തിൻ്റെ അമ്മയാണ്. ഇങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഞാൻ 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 എന്നുള്ളത് ഉയർന്നു വരികയും എൻ്റെ അവകാശങ്ങൾ, എന്നിലെ സെൽഫിൻ്റെ, എന്നിലെ സ്വയത്തിൻ്റെ അവകാശങ്ങൾ ഞാൻ ഇടപെടുന്ന ഓരോ മേഖലകളിലും സ്ഥാപിച്ചെടുക്കാൻ വല്ലാതെ തത്രപ്പെടുകയും ചെയ്യുന്നൊരു സമൂഹമായിട്ടാണ് ഇന്ന് ക്രിസ്തീയ സമൂഹത്തെ പ്രത്യേകിച്ച് കാണാൻ കഴിയുന്നത്. എന്നെ ശ്രമിക്കുന്ന വ്യക്തികൾ കേൾക്കണം, മനസ്സിലാക്കണം, നിങ്ങൾക്ക് ഞാൻ എന്ന് പറയുന്ന ഒന്നിന്മേൽ അവകാശമില്ല. നിങ്ങൾ മാമോദീസ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ കൊന്ന വ്യക്തിയാണ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഇത് എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഈ സ്വയം വീണ്ടും താലോലിക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ഈ സ്വയത്തെ ഒരു അവകാശമായി നാം വീണ്ടും വീണ്ടും കാണുന്നത്? അതിൻ്റെ ഒരു കാരണമായിട്ട് പലരും പറയുന്നത് ഇങ്ങനെയാണ്: അപ്പോൾ പിന്നെ ഞാനെന്ന വ്യക്തി ഇല്ല എങ്കിൽ പിന്നെ അങ്ങനെ കുടുംബത്തിലെ കാര്യങ്ങൾ നടക്കും? ചില റെസ്പോൺസിബിലിറ്റീസ് ഫലമേൽപ്പിക്കപ്പെട്ടിട്ടുണ്ടല്ലോ, ചില ഉത്തരവാദിത്വങ്ങൾ ഫലമേൽപ്പിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. അവിടെ ഞാനില്ലെന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ആ ഉത്തരവാദിത്വങ്ങൾക്ക് നടപ്പ് ഉണ്ടാകും? ഈ ഒരു ചോദ്യം പലർക്കും ഉണ്ടാവും. ഇവിടെയാണ് പൗലോസ് പറയുന്ന വാക്ക് നാം ശ്രദ്ധിക്കേണ്ടത്. ഇനി ഞാൻ മരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ക്രിസ്തു ജീവിക്കുന്ന അനുഭവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. യേശുക്രിസ്തുവിൽ സംഭവിക്കുന്ന അതാണ്. യേശുക്രിസ്തു തൻ്റെ സ്വയത്തെ ഇല്ലാതെയാക്കുമ്പോൾ തന്നെ പിതാവ് തന്നിൽ വസിക്കുന്ന അനുഭവം ക്രിസ്തുവിനുണ്ട്. സ്വയം ഇല്ലാതെയാവുകയും പിതാവ് വസിക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ അപകടകരമാണ്. എന്നാൽ സ്വയത്തെ ഇല്ലാതെയാക്കിക്കൊണ്ട് ദൈവപിതാവിനെ നമ്മുടെ ഉള്ളിൽ വസിക്കാനായിട്ടുള്ള സാഹചര്യം
നാം ഒരുക്കി കൊടുക്കുകയും ദൈവപിതാവ് ഉള്ളിൽ വസിക്കുന്ന വ്യക്തിത്വങ്ങളായി നമ്മൾ ജീവിക്കുകയും ചെയ്യാൻ നമുക്ക് കടപ്പാടുണ്ട്. അങ്ങനെ വരുമ്പോൾ പിന്നെ തീരുമാനമെടുക്കേണ്ടത് ഞാനല്ല, ദൈവമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ദൈവം നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ ജീവിതം വാസ്തവത്തിൽ വളരെ സുരക്ഷിതമാണ്. ദൈവം നമ്മുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുമ്പോൾ, ദൈവത്തിൻ്റെ കർത്തൃത്വത്തിന് നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ വാസ്തവത്തിൽ എത്ര ശാന്തമായ ഒരു ജീവിത ശൈലിയാണ് പിന്നെ നമുക്കുള്ളത്. ഈ അടുത്ത കാലത്ത് ഒരു വ്യക്തിയെ ക്രിസ്തുവിൽ ജീവിക്കുന്ന അനുഭവത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്രീഡം എന്താണെന്നുള്ളത് ഞാൻ അദ്ദേഹത്തിനൊന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചു. ക്രിസ്തുവിൽ വസിക്കുന്ന, എന്നിലെ സ്വയം മരിച്ചിട്ട് ക്രിസ്തു എന്നിൽ ജീവിച്ചിട്ട് ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഒരു സ്വാതന്ത്ര്യം, ഫ്രീഡം, അതെന്താണെന്ന് ഞാൻ ആ മനുഷ്യന് പറഞ്ഞു കൊടുത്തു. ചെറിയ ചെറിയ ചില ഉദാഹരണങ്ങളിലൂടെ അത് നമുക്ക് മനസ്സിലാക്കാം. ഒരു ഉദാഹരണം എന്ന് പറയുന്നത്, നമ്മളുടെ കയ്യിൽ നമുക്കൊരു രോഗം വന്നു, ഒരസുഖം വന്നു. അസുഖം വന്നു കഴിയുമ്പോൾ ചികിത്സിക്കാനായിട്ട് പല ഹോസ്പിറ്റലുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഇന്ന് എത്രയോ വിദഗ്ധ ചികിത്സകൾ നൽകുന്ന ആശുപത്രികൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഒരു 4 ഹോസ്പിറ്റൽ എൻ്റെ മുന്നിലുണ്ട്. ഈ 4 ഹോസ്പിറ്റലിൽ ഏത് ഹോസ്പിറ്റലിൽ വേണമെങ്കിലും എനിക്ക് പോകാം. പക്ഷേ എനിക്ക് വേണ്ടതായ ചികിത്സ, പരിഗണന ഒക്കെ ഈ 4 ഹോസ്പിറ്റലിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഹോസ്പിറ്റലിലേ ലഭിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ 4 ആശുപത്രിയിലും കൂടെ നടന്ന് ചികിത്സിക്കാൻ എനിക്ക് പറ്റത്തില്ലല്ലോ. ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്. അത് ഏത് ഹോസ്പിറ്റൽ ഞാൻ തിരഞ്ഞെടുക്കണോ എന്നുള്ളതിന് ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പ്ലാൻ ഉണ്ടാവും, ദൈവത്തിനൊരു പദ്ധതി ഉണ്ടാവും. എനിക്കൊരു അസുഖം വന്നു, അതിൽ 4 ഹോസ്പിറ്റൽ, ഏത് ഹോസ്പിറ്റൽ ഞാൻ തിരഞ്ഞെടുക്കണം എന്നുള്ളത് ദൈവത്തിന് അഭിപ്രായം ഉണ്ടാവും. അപ്പോൾ ഞാൻ ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എളുപ്പമാണ് ഡിസിഷൻ എടുക്കാൻ. ഞാൻ കർത്താവുമായിട്ടൊരു കമ്മ്യൂണിയൻ എനിക്കുണ്ടെങ്കിൽ, ക്രിസ്തുവുമായിട്ടൊരു സംഭാഷണം എന്നിലുണ്ടെങ്കിൽ നിശ്ചയമായും ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ എനിക്ക് ഇന്ന ഹോസ്പിറ്റലാണ് തമ്പുരാൻ പദ്ധതി ഇടുന്നത് എന്ന് എനിക്ക് എൻ്റെ ഹൃദയത്തിലൊരു അവയർനെസ്, ഒരു ബോധ്യം ലഭിക്കുകയും ഞാൻ അങ്ങനെ ആ തീരുമാനം എടുക്കാൻ വളരെ എളുപ്പത്തിൽ എനിക്ക് കഴിയുകയും ചെയ്യും. അങ്ങനെ ക്രിസ്തുവിൽ വസിക്കുന്ന ആളല്ല ഞാനെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? എൻ്റെ മുൻപിൽ 4 ഹോസ്പിറ്റലുകളുണ്ട്. ആ 4 ഹോസ്പിറ്റലുകളിൽ ഏതു തിരഞ്ഞെടുക്കണമെന്ന് ഞാൻ വേറെ 100 പേരോട് അഭിപ്രായം ചോദിക്കേണ്ടി വരും. അപ്പോൾ ഈ 4 ഹോസ്പിറ്റലുകളിൽ നിന്നും മെച്ചപ്പെട്ട എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുള്ളവരുണ്ടാകും, മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവരുണ്ടാകും. അപ്പോൾ ചിലർ വന്നിട്ട് പറയും ഇന്ന ഹോസ്പിറ്റലിൽ നല്ലതാണ്. അപ്പോൾ അടുത്ത ആൾ വന്നിട്ട് പറയും ആ ഹോസ്പിറ്റൽ അത്ര നല്ലതല്ല, ഞങ്ങൾക്ക് ഇന്ന നെഗറ്റീവ് അനുഭവം ഞങ്ങൾക്ക് അവിടെ നിന്നുണ്ടായിട്ടുണ്ട്. ഇതെല്ലാ ഹോസ്പിറ്റലിനെയും പറ്റിയും പറയാൻ പറ്റും. കാരണം എല്ലാം മനുഷ്യർ നടത്തുന്ന സ്ഥാപനങ്ങളല്ലേ. മനുഷ്യന് വീഴ്ചകൾ ഉണ്ടാകാതിരിക്കുമോ? എവിടെയെങ്കിലുമൊക്കെ വീഴ്ചകൾ എല്ലാവർക്കും ഉണ്ടാവും. ഒന്നും പെർഫെക്റ്റ് അല്ല, ഒന്നും 100% പെർഫെക്റ്റ് അല്ല. എല്ലായിടത്തും വീഴ്ചകളും വിള്ളലുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. ഒരു ഡിസിഷൻ എടുക്കാൻ തക്കവണ്ണം നമ്മൾ കൺഫ്യൂസ്ഡ് ആകുന്ന അവസ്ഥയിൽ അവസാനം നമ്മൾ ഏതൊക്കെയോ ഒരു നിവൃത്തിയില്ലാതെ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റൂ. അവസാനം ഒന്നുകിൽ ആരെയെങ്കിലും അനുസരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ തീരുമാനം എടുക്കും. അത് ചിലപ്പോൾ രക്ഷപ്പെടാം, ചിലപ്പോൾ അത് നമുക്ക് അപകടകരമായി ഭവിച്ചേക്കാം. അത് കൺഫ്യൂസ്ഡാണ്. നമ്മളവിടെ ഇനി നമ്മൾ തിരഞ്ഞെടുത്ത് പോയ ഹോസ്പിറ്റലിൽ പോയി നമ്മൾ ട്രീറ്റ്മെൻറ്റ് നടത്തുമ്പോൾ പോലും ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുകയാണ്. എനിക്ക് ബെറ്റർ ഓപ്ഷൻ മറ്റേ ഹോസ്പിറ്റലായിരുന്നോ? ഞാനൊരു ഉദാഹരണം പറഞ്ഞു തന്നാ നിങ്ങളോട്. എന്നാൽ ക്രിസ്തുവിൽ വസിക്കുന്ന ഒരു മനുഷ്യന് ഈ വിഷയത്തിൽ കൺഫ്യൂഷൻ ഇല്ല. ഈ വിഷയത്തിൽ എന്നല്ല, ഒരു വിഷയത്തിലും. ക്രിസ്തുവിൽ വസിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണം അതാണ്. നമുക്ക് കൺഫ്യൂഷൻ ഇല്ല എന്നുള്ളതാണ് ക്രിസ്തുവിൽ വസിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറയും. യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ക്രിസ്തു എത്രയോ നിർണായകമായ സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് തൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത്. പ്രത്യേകിച്ച് തൻ്റെ നേരെ വരുന്ന പല ചോദ്യശരങ്ങളെയും തനിക്ക് നേരിടേണ്ടി വരുന്നു. ചില ചോദ്യങ്ങൾക്ക് താൻ ഉത്തരം കൊടുത്താൽ ആ ഉത്തരം തന്നെ കൊടുക്കാൻ തക്കതാണ് എങ്കിൽ അവിടെ തൻ്റെ കൊല്ലപ്പെടലിന് വരെയുള്ള സാധ്യതയായ മറുപടി പരിണമിക്കാനുള്ള സാധ്യതയുണ്ട്. ചില ഘട്ടങ്ങളിൽ നമുക്കറിയാം യേശുവിനെ കൊടുക്കാൻ ചില ചോദ്യങ്ങളുമായിട്ട് അവർ വരുന്നു. ആ ചോദ്യത്തിനൊക്കെ ഇപ്പം നികുതി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യവുമായി വരുമ്പോൾ സീസറിനുള്ളത് കൈസറിനുള്ളത് കൈസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക എന്നൊക്കെ പറയുന്ന വളരെ ടാക്ടിക്കലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ യേശു ക്രിസ്തുവിന്
ഒരു കൺഫ്യൂഷനും കൂടാതെ അവരുടെ മധ്യത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? കാരണം 100% തന്നെ കൺട്രോൾ ചെയ്യുന്നത് തൻ്റെ പിതാവാണ്. പ്രിയപ്പെട്ടവർ, ഇങ്ങനെയൊരു സ്വാതന്ത്ര്യത്തിൻ്റെ ജീവിതത്തിലേക്കുള്ള ഇൻവിറ്റേഷനാണ് വാസ്തവത്തിൽ ബാപ്റ്റിസത്തിലൂടെ നിങ്ങൾക്ക് നൽകുന്നത്. ഇതാണ് ക്രിസ്തീയ ജീവിതം. പക്ഷെ എനിക്കിന്ന് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കാൻ കൺഫ്യൂസ്ഡ് ആകുന്നത് ക്രിസ്ത്യാനികളാണ്. അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഇത് ശരിയാകുമോ, ഇത് ശരിയാകുമോ, ഇത് തെറ്റാകുമോ, ഇത് ദൈവത്തിന് ഇഷ്ടമാകുമോ, ഇനി ഇതായിരിക്കുമോ ദൈവഹിതം അതോ മറ്റതായിരിക്കുമോ ദൈവഹിതം? ഈ അടുത്ത കാലത്ത് ഒരു സ്റ്റഡി ക്ലാസ്സിനിടയിൽ ഒരു അമ്മ ഷെയർ ചെയ്ത ഒരു കാര്യം, അമ്മ പറയുകയാണ്, അച്ഛാ എൻ്റെ മോളുടെ കാര്യത്തിൽ വ്യക്തമായ ദൈവത്തിൻ്റെ ഹിതം ഇന്നതാണെന്ന് എനിക്കറിയാം. അത് നടക്കാനായിട്ട് ഞാൻ അവളോട് പറയും, മോളെ ഇതാണ് ദൈവഹിതം, ഇങ്ങനെ നടക്കണമെന്ന് ഞാൻ അവളോട് പറയും. അപ്പോൾ അവളും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ വെച്ചാൽ അവൾ പറയുന്നു, അമ്മ പറയുന്നതല്ല ദൈവഹിതം, എനിക്കറിയാം, എന്നെക്കുറിച്ചുള്ള ദൈവഹിതം ഇതാണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് അവളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. എന്നിട്ട് ആ അമ്മ പറയാണ്, ഞാൻ എനിക്കറിയാം, ഞാൻ പറയുന്നതാണ് ദൈവത്തിൻ്റെ ഹിതം എന്ന് എനിക്കറിയാം, പക്ഷെ അവളുടെ ആ ദൈവഹിതം എന്നാ പറയുന്നത്, അതുകൊണ്ട് അച്ഛൻ അവളെ ഒന്ന് ഉപദേശിക്കണം. നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യം അതാണ്, അച്ഛൻ അവളെ ഒന്ന് ഉപദേശിക്കണം. അവൾ പറയുന്ന ദൈവഹിതം എന്നോ, പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ പറയുന്ന ആ ദൈവഹിതം. അപ്പം ഞാൻ ആ സഹോദരിയോട് ചോദിച്ചു, സഹോദരി, നിങ്ങൾ പറയുന്നതാണ് ദൈവഹിതമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ളതിൻ്റെ കാരണം പറയാമോ? നിങ്ങൾ പറയുന്നതാണ് ദൈവഹിതം, മോള് പറയുന്നതല്ല ദൈവഹിതം എന്നാണ്. നിങ്ങളുടേതാണ് ദൈവഹിതമെന്ന് നിങ്ങൾ വിശ്വസിച്ചതിൻ്റെ കാരണം പറയണമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ സമയത്ത് സഹോദരി പറഞ്ഞു, അത് എൻ്റെ ഒരു ചിന്തയിൽ ഇങ്ങനെ ചെയ്താലാണത് ശരിയാവുന്നത്, അതുകൊണ്ട് അതാണ് ദൈവഹിതം. അവർ പറയാണ്, എൻ്റെ ഒരു ചിന്തയിൽ ഇങ്ങനെ ചെയ്താലാണ് ശരിയാവുന്നത്, അതുകൊണ്ട് അതാണ് ദൈവഹിതം. ഞാൻ പറഞ്ഞു, ആ പെങ്കൊച്ച് പറയുന്നത് തന്നെയല്ലേ, അവളുടെ ഒരു ചിന്തയിൽ അവൾ പറയുന്നത് ചെയ്താലേ ശരിയാവത്തുള്ളൂ, അതുകൊണ്ടാണ് അത് ദൈവഹിതം എന്ന് അവൾ ഉറച്ചു പറയുന്നത്. പ്രിയപ്പെട്ടവർ, ഇവിടെ രണ്ടുപേരും ദൈവഹിതത്തിലാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇതാണ് പ്രശ്നം. ഒരു മനുഷ്യന് ദൈവത്തിൻ്റെ ഹിതം വ്യക്തമായി അറിയാൻ കഴിയണമെങ്കിൽ ദൈവത്തോട് ചേർന്ന് വസിക്കണം. നമുക്കൊരു ഫെലോഷിപ്പ് ഉണ്ടാകണം, ദൈവത്തോട് ഒരു കൂട്ടായ്മയുടെ ഒരു ജീവിതം ഉണ്ടാകണം. ആ കൂട്ടായ്മയിൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരം നടക്കുകയും ചലിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായി ഞാൻ രൂപാന്തരപ്പെടണം. സമ്പൂർണമായി തമ്പുരാനാൽ കൺട്രോൾ ചെയ്യപ്പെടുന്ന, ഞാൻ ആ കൂടെ ഒന്ന് തിരുത്തുകയാണ്, കൺട്രോൾ ചെയ്യപ്പെടുന്ന എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു, ഞാൻ ആദ്യം ഒരു സസ്പെൻസിൽ നിർത്തിയൊരു പോയിന്റ് ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ക്രിസ്തു പറയാണ്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു എന്നാ പറയാ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പിതാവ് യേശുവിൽ വസിച്ചുകൊണ്ട് പിതാവിൻ്റെ പ്രവൃത്തി അങ്ങോട്ട് പിതാവ് തന്നെ ചെയ്യുവാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യേശുക്രിസ്തു പിതാവിനോട് ചേർന്നുള്ള ജീവിതം തെരഞ്ഞെടുത്തിട്ട് യേശുക്രിസ്തു പിതാവിൻ്റെ ഇഷ്ടം അനുസരിച്ച് പ്രവർത്തിക്കുകയല്ല. യേശുക്രിസ്തു പിതാവിൻ്റെ ഇഷ്ടം എന്താണെന്ന് അറിഞ്ഞിട്ട് പ്രവർത്തിക്കുകയല്ല. അത് പ്രത്യേകം മനസ്സിലാക്കണം. അതെങ്ങനെയാണ് നിങ്ങൾക്കൊന്ന് കുറച്ചുകൂടെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ടതെന്നാണ് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആലോചിക്കുന്നത്. ശരി, എൻ്റെ മനസ്സിൽ വരുന്നൊരു ചിന്ത ഞാൻ പങ്കുവെക്കാം, നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഭർത്താവ് പറയുന്നത് അനുസരിച്ച് ഭാര്യ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോഴും പ്രവർത്തിക്കുന്നത് ആരാണ്? ഭാര്യയാണ്. ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, നീ ഇന്ന് 1 കിലോ മീൻ മേടിച്ചുകൊണ്ട് വരണം. ഭാര്യയോട് 1 കിലോ മീൻ മേടിച്ചുകൊണ്ട് വരണം എന്ന് പറയുമ്പോൾ ഭാര്യ ശരി എന്ന് പറഞ്ഞു, ഭർത്താവ് പറഞ്ഞതിനെ അനുസരിച്ചു. അപ്പോൾ ഭാര്യ പോയി 1 കിലോ മീൻ മേടിച്ചുകൊണ്ട് വന്നു. ശരിയാണ്, ഭർത്താവ് പറഞ്ഞതിനെ ഭാര്യ അനുസരിച്ചു. പക്ഷേ ആ പ്രവൃത്തി, മീൻ മേടിക്കുക എന്ന് പറയുന്ന പ്രവൃത്തി ചെയ്തത് ഭാര്യയാണ്. ആ വ്യക്തിയാണ് ആ പ്രവൃത്തി ചെയ്തത്, ആ സ്ത്രീയാണ് ആ പ്രവൃത്തി ചെയ്തത്, സംശയമൊന്നുമില്ല. ഭർത്താവ് പറഞ്ഞ അനുസരിച്ചിട്ട് തന്നെയാണ്. പക്ഷെ ആ പ്രവൃത്തി ചെയ്തത്, ആ ആക്ഷൻ ചെയ്ത ആള് ഭാര്യയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. പിതാവ് ഒരു അഭിപ്രായം പറയുന്നു, പിതാവ് പറയുന്ന അഭിപ്രായം കേട്ട് യേശു പ്രവർത്തിച്ചു എന്നുള്ളതല്ല. യേശു ക്രിസ്തു പറയാണ്, പിതാവ് എന്നിൽ ഇരുന്നിട്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുകയാണെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എൻ്റെ കൈയായിട്ട് പിതാവിൻ്റെ കൈ രൂപാന്തരപ്പെടുകയാണ്, എൻ്റെ കാലായിട്ട് പിതാവിൻ്റെ കാല് രൂപാന്തരപ്പെടുകയാണ്, എൻ്റെ നാവായിട്ട് പിതാവിൻ്റെ നാവ് രൂപാന്തരപ്പെടുകയാണ്.
അങ്ങനെ ഞാൻ പിതാവ് സമ്പൂർണമായി എന്നിലാവുകയാണ്. അങ്ങനെ പിതാവ് എന്നിലിരുന്നു കൊണ്ട് പിതാവ് തന്നെയാണ് പ്രവൃത്തി ചെയ്യുന്നത്. എൻ്റെ കൈ പിതാവിൻ്റെ കൈയായിട്ട് രൂപാന്തരപ്പെട്ടുകൊണ്ട്. ഇത് മനുഷ്യൻ്റെ ഉപമയിൽ നടക്കുന്ന ഒരു കാര്യമല്ല. കാരണം രണ്ട് ശരീരമായതുകൊണ്ട് രണ്ടായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അങ്ങനെ പറ്റും, അങ്ങനെ പറ്റണം, അങ്ങനെ സാധിക്കണം. ദൈവത്തിൻ്റെ കൈയായിട്ട് എൻ്റെ കൈ പരിണമിക്കണം, ദൈവത്തിൻ്റെ കാലായിട്ട് എൻ്റെ കാല് പരിണമിക്കണം. അപ്പോൾ വസിക്കുക എന്ന് പറയുമ്പോൾ അത് ഒരു കുടുംബത്തിൽ 4 പേർ ഒരുമിച്ച് ചേർന്ന് വസിക്കുന്നതിനോട് പോലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് വസിക്കുന്നതിനോട് പോലും കമ്പയർ, അതിനേക്കാൾ ഇതൊന്നാണ്. ഞാനും എൻ്റെ ആത്മാവും ഒന്നായിരിക്കുന്നത് പോലെയാണത്. ഞാനും എൻ്റെ ശ്വാസവും ഒന്നായിരിക്കുന്നത് പോലെയാണത്. എൻ്റെ ബ്ലഡ് വെസൽസിൽ എൻ്റെ ശരീരത്തിലെ രക്തം ഓടി നടക്കുന്നത് പോലെ തന്നെയാണത്. അങ്ങനെ എൻ്റെ ശരീരത്തിൽ തന്നെ ഉള്ള ഒരു പ്രവൃത്തി പോലെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണ് എന്ന് പോലും അപ്പോസ്തലൻ പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ സമ്പൂർണമായിട്ട് നമ്മുടെ ലൈഫിൻ്റെ കൺട്രോൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കരങ്ങളിലായിട്ട് ദൈവം തന്നെ നമ്മളിലൂടെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരനുഭവത്തിലേക്കുള്ള ഒരു പരിണാമമാണ് പ്രിയപ്പെട്ടവരെ. ഇത് എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ള ചോദ്യം നമുക്ക് തോന്നിയേക്കാം. പക്ഷെ ഇത് സമ്പൂർണമായും പ്രായോഗികമാണ്. കാരണം അപ്രായോഗികമായതൊന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിക്കില്ല. 1 യോഹന്നാനിലേക്ക് വരുമ്പോൾ നമ്മളത് കാണുന്നുണ്ട്. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനം. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 6-ാം വചനം പറയുന്നത് ഇങ്ങനെയാണ്: അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. അപ്പോൾ യേശു ക്രിസ്തു നടന്നത് മേൽപ്പറഞ്ഞതുപോലെയാണ് എങ്കിൽ, പിതാവിലൂടെയാണ് ക്രിസ്തു ജീവിച്ചത് എങ്കിൽ, പിതാവ് തന്നിലൂടെ ജീവിച്ചു എങ്കിൽ, നമ്മളും അങ്ങനെ തന്നെ ജീവിക്കാൻ നിയോഗിതരാണ് എന്നുള്ള വെളിച്ചമാണ് നമ്മൾ ഇന്ന് വചനം കേൾക്കുമ്പോൾ തിരിച്ചറിയേണ്ടത്. അങ്ങനെ വരുമ്പോൾ പിന്നെ നമുക്ക് എന്തുകൊണ്ടാണ് ഇന്ന് പിതാവിന് അങ്ങനെ നമ്മളിൽ വസിക്കാൻ പറ്റാത്തത്? നമ്മളുടെ സ്വയത്തെ നമ്മൾ മരിക്കാൻ അനുവദിക്കാത്തതുകൊണ്ടാണ്. പിതാവ് വസിക്കേണ്ട സ്ഥാനത്ത് എൻ്റെ സെൽഫാണ് വസിക്കുന്നത്. എൻ്റെ സ്വയം, എന്നിലെ ഞാൻ, എൻ്റെ അഹം, അതാണ് വസിക്കുന്നത്. അതുകൊണ്ട് പിതാവിന് എന്നിൽ വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് പണ്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു നിർവചനമുണ്ടല്ലോ, സിൻ എന്നൊക്കെ പറയുന്ന പദവുമായി ബന്ധപ്പെട്ട്. സിൻ എന്ന് പറയുന്നത് SIN എന്ന് പറയും. ഇതിനകത്ത് സെൻട്രലുള്ള വാക്ക് I എന്ന് പറയുന്നത്, അതായത് ഞാൻ, സെൽഫ്. ആ I എന്ന് പറയുന്നത് 0 ആകണം, O ആകണം എന്നാണ് പറയുന്നത്. അപ്പോൾ SIN എന്നുള്ളത് I എന്ന് പറയുന്ന ഞാൻ ഭാവത്വം, സ്വയത്വം. ആ സ്വയത്വം ഒന്നുമില്ലാതെയാകുമ്പോൾ, ശൂന്യവൽക്കരിക്കപ്പെടുമ്പോൾ, സ്വയം ഇല്ലാതെയാകുമ്പോൾ അത് O ആയി മാറുമ്പോൾ എന്ത് സംഭവിക്കുന്നു? SON എന്ന് പറയുന്ന സൺ എന്ന് പറയുന്ന പുത്രത്വത്തിൻ്റെ പദവിയിലേക്കുള്ള പരിണാമമായത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ അഹം, ഞാൻ എന്ന് പറയുന്ന അവകാശവാദം നിലനിൽക്കുമ്പോൾ തന്നെ, ഇപ്പം ഭർത്താവ് പറയുന്നത് ഭാര്യ അനുസരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ അവളുടെ ഭർത്താവാണ്, അവൾ എന്നെ അനുസരിച്ചേ പറ്റൂ എന്ന് പറയണം. സെൽഫ് ഉള്ള വ്യക്തിയാണെങ്കിൽ അങ്ങനെയാണ് പറയുന്നത്. എന്നാൽ ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു വ്യക്തി പറയുന്നത് അങ്ങനെയല്ല. ക്രിസ്തു വസിക്കുന്ന ഒരാൾ ഭാര്യ തന്നെ അനുസരിച്ചില്ലെങ്കിൽ അതുടനെ തന്നെ ക്രിസ്തുവിന് റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിന് റിപ്പോർട്ട് ചെയ്യും. അപ്പാ, എന്നിൽ വസിക്കുന്ന എൻ്റെ ദൈവമേ, എൻ്റെ പങ്കാളി ഞാൻ പറയുന്ന അനുസരിക്കുന്നില്ല കേട്ടോ, അത് തമ്പുരാന്, എന്നിൽ വസിക്കുന്ന തമ്പുരാന് റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ തമ്പുരാനാണ് അവളിൽ ഇടപെടേണ്ടത്. പിന്നെ ദൈവമാണ് അവളെ പരിണമിപ്പിക്കേണ്ടത്, അനുസരണയുള്ളവളാക്കി മാറ്റേണ്ടത്. അവിടെ ഞാൻ ദൈവത്തോട് പറയുന്ന സമയത്ത് ദൈവം ഒരുപക്ഷെ എന്നോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ദൈവം പറയും, എടാ നീ പറഞ്ഞ കാര്യം നല്ലതല്ല, അതുകൊണ്ടാണ് അവൾ അനുസരിക്കാത്തത്. അവൾ നിന്നെ അനുസരിച്ചില്ല എന്നുള്ളത് ശരിയാണ്, പക്ഷേ നീ പറഞ്ഞതും ശരിയല്ല. കണ്ടോ, അപ്പോൾ ദൈവം എന്നെയും തിരുത്താൻ അവസരം ഉണ്ടാകും. എത്ര കൂളായിട്ടുള്ളൊരു ജീവിതമാണ് അങ്ങനെ വരുമ്പോൾ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ
യേശുക്രിസ്തു ജീവിച്ചതുപോലെ ജീവിക്കാൻ നമുക്ക് പറ്റണം. ഈ കാൽവറി ക്രൂശിലെ സഹനം മുഴുവൻ ക്രിസ്തു വളരെ ശാന്തമായി നേരിട്ടത് എന്തുകൊണ്ടാണ്? പിതാവ് തന്നിൽ വസിച്ചിരുന്നത് കൊണ്ടാണ്. പക്ഷേ ഞാൻ ഏറ്റവും ഈ ഫെല്ലോഷിപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ ധ്യാനിക്കുമ്പോഴെനിക്ക് ഈ അടുത്തിടെ ദൈവാത്മാവ് തന്നൊരു വളരെ ശക്തമായൊരു ബോധ്യം ഇതാണ്: യേശുക്രിസ്തുവിന് തൻ്റെ പിതാവുമായിട്ടുള്ള കൂട്ടായ്മ, ആ ഫെല്ലോഷിപ്പ് കട്ടാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അതേത് സന്ദർഭത്തിലാണ്? കാൽവറി ക്രൂശിൽ വെച്ചാണ്. തൻ്റെ പിതാവുമായിട്ടുള്ള കൂട്ടായ്മ കാൽവറി ക്രൂശിൽ വെച്ച് യേശുക്രിസ്തുവിന് മുറിക്കപ്പെടേണ്ടി വന്നു. എന്തുകൊണ്ടാണ് മുറിക്കപ്പെട്ടത്? യേശു പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, എന്നെ നീ കൈവിട്ടതെന്ത്? അത് ജീവിതത്തിലെ ഒരു വലിയ കൈവിടലാണ്. ഈ പിതാവ് കൈവിട്ടു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കയ്യേന്ന് വിട്ടതുപോലെയാണ് ചിന്തിക്കുന്നത്. പക്ഷെ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അതല്ല. ജനിച്ച കാലം മുതൽ ഇന്ന് വരെയുള്ള ഫെല്ലോഷിപ്പാണ് കട്ടാവുന്നത്. താൻ ഈ പിതാവിനെ കൂടാതെ താൻ ഒന്നും ചെയ്തിട്ടില്ല. പിതാവ് അറിയാതെ താൻ അനങ്ങിയിട്ടില്ല. അത്ര തിക്കായിട്ടുള്ള തൻ്റെ ഊണിലും ഉറക്കത്തിലും ചലനങ്ങളിലുമുള്ള ഫെല്ലോഷിപ്പ് കട്ടാവുകയാണ് ക്രിസ്തുവിന്. ആ ഫെല്ലോഷിപ്പ് കട്ടാകാനുള്ള കാരണം എന്താണ്? മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ പാപം ക്രിസ്തു തൻ്റെ ശരീരത്തിൽ വഹിച്ചു. പാപമുള്ളൊരു ശരീരത്തിൽ പിതാവിന് വസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് വളരെ വേദനയോടെ ക്രിസ്തുവും പിതാവും തമ്മിലുള്ള ഫെല്ലോഷിപ്പ് ഡിസ്കണക്റ്റ് ആക്കപ്പെടുന്നതോടെ അതാണ് ക്രിസ്തു പ്രാർത്ഥിക്കുന്നത്, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, എന്നെ നീ കൈവിട്ടത് എന്തെന്ന്. പ്രിയപ്പെട്ടവരെ, എന്നാൽ അത് പറഞ്ഞിട്ട് പിന്നെ അടുത്ത വാക്ക് യേശു പറയുന്നത് എന്താണെന്നറിയാമോ? എൻ്റെ ആത്മാവിനെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്നാണ്. പിതാവുമായിട്ടുള്ള ഫെല്ലോഷിപ്പ് കട്ടായതിനു ശേഷം പിന്നെ ക്രിസ്തുവിന് ജീവിച്ചിരിക്കാൻ പോലും കഴിഞ്ഞില്ല എന്ന വാക്ക് പറയാനാണ് എനിക്കിഷ്ടം. പിതാവുമായിട്ടുള്ള കൂട്ടായ്മ, ആ ഫെല്ലോഷിപ്പ് കട്ടാക്കപ്പെട്ടതിന് ശേഷം യേശു ക്രിസ്തുവിന് പിന്നെ ജീവിച്ചിരിക്കാൻ പോലും പറ്റിയില്ല. കാരണം പിന്നെ താൻ ചെയ്തത്, അപ്പാ നീയുമായിട്ടുള്ള കൂട്ടായ്മ എനിക്കില്ലെന്നുണ്ടെങ്കിൽ ഈ ജീവൻ ഇനി എനിക്ക് വേണ്ട, എൻ്റെ ആത്മാവിനെ ഞാൻ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നിർണായകമായ ഒരു കാര്യമാണ്. ക്രിസ്തു അങ്ങനെയാണ് ഈ ലോകത്ത് ജീവിച്ചു കാണിച്ചത്. ക്രിസ്തുവിനെ അനുസരിക്കുന്ന, വിശ്വസിക്കുന്ന നമ്മളും ഇങ്ങനെയാണ് ഈ ലോകത്ത് ജീവിക്കേണ്ടത്. സമ്പൂർണമായ ദൈവ കൂട്ടായ്മയിൽ. ആ ദൈവ കൂട്ടായ്മ ഡിസ്കണക്റ്റ് ചെയ്യപ്പെട്ടാൽ പിന്നെ ക്രിസ്തു നമ്മളിലില്ല. പിന്നെ നമുക്ക് ജീവിച്ചിരിക്കാൻ പോലും പറ്റാത്ത അത്ര വിധത്തിലുള്ള ആ ഒരു ഫെല്ലോഷിപ്പിലേക്ക്, ആ ഒരു ഒന്നാകലിലേക്ക്, ആ ഒരു ലയനത്തിലേക്ക് കടന്നു വരാനുള്ളൊരു ഇൻവിറ്റേഷനാണ് ക്രിസ്തു തൻ്റെ ജീവിതത്തിലൂടെ നമ്മുടെ മുന്നിൽ വയ്ക്കുന്നത്. ഇന്ന് ഈ വചനം നിങ്ങൾക്ക് പ്രേരണയാകട്ടെ. ക്രിസ്തുവിനെ പോലെ ദൈവത്തോടൊപ്പം വസിപ്പാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ തമ്പുരാനെ, കേൾപ്പിച്ച വചനങ്ങൾക്കായി സ്തോത്രം. ക്രിസ്തുവിനോടൊപ്പം വസിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അബ്ബാ പിതാവേ, അങ്ങയുമായി കൂട്ടായ്മ ആചരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിന് ഞങ്ങളുടെ സ്വയത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട്, ഞങ്ങളുടെ സ്വന്തമായ അവകാശവാദങ്ങളെ പൂർണ്ണമായും ത്യജിച്ചുകൊണ്ട് അങ്ങയോട് ചേർന്ന് ജീവിക്കുന്ന ഒരു കൂട്ടായ്മയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് നിയന്ത്രിക്കുമാറാകണമേ. വിശുദ്ധ മാതാവേ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമീൻ.